ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള ഭാഗങ്ങളിൽ, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്ക വണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകും. ധന്യനായ പൗലോസ് റോമാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ പറയുകയാണ്, യേശുക്രിസ്തു സംബന്ധമായിട്ട് നമ്മൾ ഒരു മരണത്തിനകത്ത് നമ്മൾ പ്രവേശിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ നമ്മളൊരു മരണത്തിലോട്ടും ഒരു ഉയർപ്പിലോട്ടും പ്രവേശിക്കുകയാണ്. എന്നാൽ വചനം അവിടെ പറയുന്നു, അതുകൊണ്ട്, അങ്ങനെയാണ് 4-ാം വാക്യം തുടങ്ങുന്നത്. അതുകൊണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് മുകളിൽ ഒഴിവാക്കപ്പെട്ടവളായ ഒരു സഹോദരിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഭർത്താവ് മരിച്ച് ഒഴിവാക്കപ്പെട്ട ഒരു സഹോദരി. വളരെ ഗൗരവമേറിയ ഒരു കാര്യം പൗലോസ് സഭയോട് കൈമാറുകയാണ്. ഭാര്യ ഭർത്തൃബന്ധത്തിനകത്ത് ഒഴിവാക്കപ്പെടുന്ന ഒരു വിഷയം, ന്യായപ്രമാണത്തിനകത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടതുപോലെ ആ ഒഴിവാക്കപ്പെട്ട ഒരു വ്യക്തി, അതായത് നമ്മുടെ പഴയ മനുഷ്യനകത്ത് പാപമുണ്ട്. പാപം എന്താണെന്ന് നമുക്ക് ബോധ്യം തന്നത് ന്യായപ്രമാണമാണ്. ആ പാപത്തിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് മരണമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഈ പാപത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്തിയതാണ് ന്യായപ്രമാണം. ഈ ന്യായപ്രമാണത്തിനകത്ത് നിന്ന് ഭർത്താവ് മരിച്ച ഒരു ഭാര്യ ഒഴിവായതുപോലെ പാപസംബന്ധമായി നമ്മൾ ക്രിസ്തു മുഖാന്തരം മരിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു? അതിനകത്തുനിന്ന് ഒഴിവാക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പം ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ക്രിസ്തു സംബന്ധമായി മരിച്ചുയർത്തവരാണ്. അതുകൊണ്ട് തന്നെ അടുത്ത് പറയുന്നത്, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുക കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, എഴുതപ്പെട്ട പ്രമാണത്തിനകത്തല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മെ അടുത്ത് വിവാഹം കഴിക്കുന്നത്, അടുത്ത നമ്മുടെ വിവാഹം, അടുത്ത നമ്മുടെ മണവാളൻ നസ്രായനായ യേശു ക്രിസ്തുവിലൂടെയാണ്. ആ വിവാഹത്തിലേക്ക്, ആ മണവാളിനോട്ട് ചേരുന്ന നമുക്ക് പഴയ മനുഷ്യനുമായിട്ട് ഇനിയൊരു ബന്ധം പാടില്ല, ഉണ്ടാകാനേ പാടില്ല എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് വളരെ ഗൗരവമായിട്ട് 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളിൽ വിവാഹത്തെക്കുറിച്ചും ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞത്. അവിടെ നിന്ന് ഒഴിവുള്ളവളായത്, ഒഴിവാക്കപ്പെട്ടത് അടുത്തൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കാനാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, പാപത്തെ വിട്ടിട്ട് ക്രിസ്തുവിനോട് ചേർന്ന സ്നാനത്തിനകത്ത് നിലനിൽക്കുന്ന നമ്മൾ അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിനാൽ ജീവിക്കേണ്ടതിന്, ആത്മാവിൻ്റെ പുതുക്കത്തിൽ ജീവിക്കേണ്ടതിന്, പാപത്തെ ഉടഞ്ഞുകളഞ്ഞ് ജീവിക്കേണ്ടതിന്, കർത്താവിനോട് ചേർന്ന് നടപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.